ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പൂർണിമാമ സേതുവിനെ വിളിക്കാനൊക്കെ പോയി. പക്ഷേങ്കിൽ സേതു കൂടെ പോകുന്നില്ല കേട്ടോ. സേതു തൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞിട്ട് പൂർണിമാമയെ തിരിച്ചയക്കുകയാണ്. ഈ സമയത്ത് സ്വാതി ആണെങ്കിൽ സേതുവേട്ടൻ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് ആൾ ഓടി ചെന്ന് നോക്കുകയാണ്. എന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ അകത്തേക്ക് ചെന്നു. അതെ ചേച്ചി, ദേ അവര് വന്നു എന്ന് പല്ലവിയോടും അതുപോലെ തന്നെ നമ്മുടെ അച്ഛനോടും പറയാണ്. അപ്പൊ രണ്ടുപേരും ആരതിയൊക്കെ എടുത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇവര് മൂന്നുപേരും ഭയങ്കര സന്തോഷത്തില് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേനും പൂർണിമാമ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു. പക്ഷെ ഇവരിങ്ങനെ എത്തി നോക്കുന്നുണ്ട് സേതുവേട്ടൻ എവിടെ എന്ന്. പക്ഷെ സേതുവിനെ കണ്ടില്ല. അപ്പൊ പൂർണിമാമ അകത്ത് കയറി വന്നിട്ട് നോക്കണ്ട, കൂടെ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതെന്താ ഏട്ടൻ കൂടെ വരാഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പം അറിയില്ല, അവൻ്റെതായ കുറെ ന്യായങ്ങളൊക്കെ ഉണ്ട്. അവൻ പറയുന്നതിലുമുണ്ട് ശരി. ഞാനല്ലേ ചെയ്ത തെറ്റ് എന്ന് ചോദിക്കുകയാണ് പൂർണിമാമ. അപ്പൊ വേഗം തന്നെ അച്ചു പറഞ്ഞു, എങ്കിൽ ഞാൻ പോയി വിളിച്ചാ എന്താണെങ്കിലും വരൂ ഏട്ടൻ, ഞാനും വരാം എന്ന് സ്വാതിയും പറഞ്ഞു. വേണ്ട, നിങ്ങൾ ആര് ചെന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഈ പല്ലവി ചെന്ന് വിളിച്ചാൽ മാത്രമേ സേതു വരൂ എന്ന് പൂർണിമാമ തന്നെ അങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പൊ പല്ലവി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അല്ല, അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ പറഞ്ഞത് മാധവേട്ടൻ, അല്ലെങ്കിൽ അവൻ ഇറങ്ങിപ്പോയപ്പോൾ തോറ്റുപോയത് മാധവേട്ടനാണെന്നാ പറയുന്നത് അവളുടെ അച്ഛൻ. ഒരു കണക്കിന് അവൻ പറയുന്നതും ശരിയല്ലേ. ശരിക്കും തോപ്പിച്ചു കളഞ്ഞത് ഞാൻ തന്നെയല്ലേ. അവനെ കുറ്റം പറയാൻ പറ്റില്ല. അമ്മ വിഷമിക്കൊന്നും വേണ്ട. എന്താണെങ്കിലും സേതുവേട്ടൻ തിരികെ എത്തും. എന്തോ ഇനി നിനക്ക് മാത്രമേ അതിന് കഴിയൂ പല്ലവി. നീ വിചാരിച്ചാലേ കഴിയുള്ളൂ. നീയല്ലേ സീത. നിന്റെ രാമനെ തിരിച്ചു കൊണ്ടുവരാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. നീ എത്രയും വേഗം അവനെ തിരിച്ച് ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവി ഇങ്ങനെ കുറെ നേരം ഉണ്ടാവുന്നിട്ട്, അമ്മേ, ഒരുപാട് വേദനിച്ച ആ മനസ്സിറങ്ങി പോയത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും നീ വിചാരിച്ചാൽ നടക്കും പല്ലവി, നീ വിചാരിച്ചാലേ നടക്കൂ എന്ന് പറഞ്ഞു. അവൻ തിരികെ വന്നില്ലെങ്കിൽ ഒരിക്കലും ഈ പൊന്നുമടം പഴയപടി ആവാൻ പറ്റില്ല. നീ എത്രയും വേഗം അവനെ കൂട്ടിയിട്ട് വരണം. എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞു. ചെല്ല് പല്ലവി, എത്രയും വേഗം ചെല്ല്. അവസാനം പല്ലവി പറഞ്ഞു, നിങ്ങൾ ആര് വിഷമിക്കണ്ട, സേതുവേട്ടനോടും കൂട്ടി മാത്രമേ ഞാൻ ഈ പടി കടന്ന് ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു പല്ലവി പോവാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നിൽക്കുകയാണ്. ഞങ്ങൾ വരുമ്പോഴേ ആരതി ഒഴിയാൻ എല്ലാവരും റെഡി ആയിട്ട് വേണം നിൽക്കാനായിട്ട്. അപ്പൊ വേഗം തന്നെ പെട്ടെന്ന് പല്ലവി എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല്ലവിയുടെ കുറെ സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി നേരെ സേതുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താണെങ്കിലും ഒരുപാട് സാധനങ്ങളൊന്നും എടുക്കാനുണ്ടായിരുന്നില്ല ഇത് പറഞ്ഞു. അല്ല, ഇതെന്റെ ബാഗല്ലേ? അതെ, നിങ്ങളുടെ ബാഗ് തന്നെയാ. ഇനി ആ വീട് എന്താണ് സേതുവേട്ടന് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ആ വീടങ്ങ് പൂട്ടി ആ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അങ്ങ് എടുത്തു എന്ന് പറഞ്ഞു. അതെന്തിനാ? ആരാന്നാ സേതുവേട്ടന്റെ വിചാരം? ഇത്രയ്ക്ക് അഹങ്കാരം എന്നാ? പൂർണിമാമ വിളിച്ചാൽ തിരിച്ചു വരുമെന്നല്ലേ പറയണത്? വരാമെന്ന് പറഞ്ഞിരുന്നതല്ലേ, പിന്നെന്താ പറ്റില്ലാന്ന്? അതെ, നിലത്ത് നിൽക്കണം, അല്ലെങ്കിൽ തട്ടി വീഴുന്ന അറിയില്ല. പല്ലവി, ഒന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മ ഇറങ്ങാതിരിക്കാൻ സേതുമാധവന്റെ ഒറ്റയ്ക്കുള്ള ജീവിതം ഈ നിമിഷം അവസാനിപ്പിച്ചിരിക്കുന്നു ഞാൻ. സേതുമാധവൻ പൊന്നും മടത്തിലേക്ക് തിരിച്ചു വരുന്നു, മനസ്സിലായോ എന്ന് ചോദിച്ചോ. അപ്പൊ ചോദിക്കുമായിരിക്കും, ഇതൊക്കെ ചോദിക്കാൻ നിനക്ക് എന്താ അവകാശം എന്ന് ചോദിക്കുമായിരിക്കും. അവകാശമുണ്ട്. പെരുവഴിയിലായ എന്നെ നിങ്ങളല്ലേ ആ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത്. ഇപ്പൊ ഞാൻ വീട്ടില്, നിങ്ങള് പുറത്ത്. ഇനി അത് നടക്കില്ല, മനസ്സിലായോ നിങ്ങക്ക്? ഞാൻ മാത്രല്ലല്ലോ, വേറൊരാൾ കൂടിയില്ലേ, സ്വന്തം പെങ്ങടെ കൈ പിടിച്ചു കൊടുത്ത ഒരു ഓട്ടോ ഡ്രൈവർ കൂടി. എന്നിന്റെ പേരിലാ ഞങ്ങൾ താമസിക്കേണ്ടത് അവിടെ, പറ. അപ്പൊ സേതു മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. സേതുവിന്റെ ബാഗും തോളലിട്ട് പല്ലവി, ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ വേണം, എങ്കിലേ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പറ്റൂ. പൊന്നും മടം തിരിച്ച് സേതുവേട്ടനെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ പോവാ. നാളെ ഒരിക്കൽ അമ്മയുടെ മുഖം വീണ്ടും കറുത്താലോ? സ്വയം ഞാൻ ഇറങ്ങി പോവാൻ തയ്യാറാവില്ലല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. വാക്ക് കൊടുത്തിട്ടാ ഞാൻ വന്നത്. എന്താണെങ്കിലും എനിക്ക് തിരിച്ച് ആ വാക്ക് പാലിച്ചേ പറ്റൂ. പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ തിരിച്ച് ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും, മനസ്സിലായോ? ഒറ്റയ്ക്ക് താമസിച്ച ഇനി എൻ്റെ ശല്യം ഇനിയും ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ പൊന്നും മടത്തിന്ന് പോകാതിരിക്കാനുള്ള ന്യായീകരണം. ശല്യം ഉണ്ടാക്കിക്കോട്ടെ, ഇനി എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ.
നിങ്ങളുടെ വാശി അത് തന്നെ അങ്ങ് ജയിച്ചോട്ടെ എന്ന് പറഞ്ഞു. പല്ലവി ആകെ പിണങ്ങി നിൽക്കുകയാണ്. അപ്പൊ സേതുവിന് പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ, എന്താണേലും പോയേ പറ്റൂ. അവസാനം സേതു പല്ലവിയുടെ മുഖത്തൊക്കെ നോക്കുകയാണ്. ഓ, എന്താ ദേഷ്യമാണ്ടേ, ഭയങ്കര കലിപ്പില. വെക്കിടി എന്ന് പറഞ്ഞു. ദേ, ഞാൻ ടീച്ചറാ, റെസ്പെക്റ്റ് വേണം. ആഹാ, എനിക്ക് ഇത്തിരി റെസ്പെക്റ്റ് കുറവാ. അല്ലെങ്കിൽ നീ എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. മര്യാദയ്ക്ക് പഠിപ്പിച്ചവരെ പോലെ ഞാൻ ടീച്ചറെ വിളിച്ചിട്ടില്ല. അപ്പോഴാ നിന്നെ വിളിക്കാൻ പോണത് എന്ന് പറഞ്ഞു. അതൊക്കെ നീ നിന്റെ ഈ കാര്യത്തിൽ ഞാൻ കെട്ടിയ താലി കയറിയതിന് ശേഷം മതി കേട്ടോ. അതിനു മുൻപ് ഇങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടല്ലോ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചൊടിച്ചെടുപ്പിച്ച്, ദേ സേതുട്ടാ വേണ്ടട്ടോ, അക്രമൊന്നും കാണിക്കരുത്, ഇതിന് പബ്ലിക് പ്ലേസാ, നാറിക്കോട്ടെ. അതിനെന്താ, സേതുമാധവന് നാറിയാലോ ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല, മനസ്സിലായോ എന്ന് ചോദിച്ചോ. അതെ, എനിക്ക് ഒരു കാര്യം അറിയാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് സമയം കഴിയട്ടെ എന്ന് ഞാനങ്ങ് വിചാരിച്ചത് കൊണ്ട് മാത്രം. എനിക്ക് കുറച്ച് സംസ്കാരം ഉണ്ടായിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇല്ലെങ്കിലേ ഇപ്പൊ എന്താ സംഭവിക്കാന്നറിയാലോ. ഇഷ്ടപ്പെട്ടോ എന്റെ പെർഫോമൻസ്? ശരിക്കും അതെന്നെ എന്ന് പറഞ്ഞു. പിന്നെ കൂടെ വരാം ഞാൻ എന്ന് സേതു സമ്മതിക്കാണ്. സത്യം പറഞ്ഞാല് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു വിട്ടുവെങ്കിലും ആരെങ്കിലും ഒന്ന് വിളിച്ചു നിന്നെങ്കിൽ വരാമായിരുന്നു എന്ന് തോന്നിയിരുന്നു. തക്ക സമയത്ത് തന്നെയാ പല്ലവി വന്നത് എന്ന് സേതു ഇങ്ങനെ പറയാണ്. ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ വിളിക്കാനായിട്ട് വന്നേനെ, സ്വയം തന്നെ ഞാൻ വന്നേനെ. എനിക്കാരെയും സങ്കടപ്പെടുത്താനൊന്നും പറ്റില്ല പല്ലവി. അത് പെട്ടെന്ന് വന്ന് പറഞ്ഞപ്പോഴേ എന്റെ ഉള്ളിലെ അഭിമാനം അതുകൊണ്ടാ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചത്. ഞാൻ വന്ന് പറഞ്ഞപ്പോ ആ അഭിമാനമൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു. അത് ശരിക്കും പറഞ്ഞാല് ദേ അങ്ങോട്ട് പോയിട്ടുണ്ട്. എങ്ങോട്ട്? അങ്ങോട്ട് എന്ന് പറഞ്ഞ പല്ലവി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ പല്ലവിക്ക് ഉമ്മയൊക്കെ കൊടുത്ത സേതു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഭയങ്കര ഇതിലായിട്ട്, എന്നെ പൊന്നെ സേതു കേട്ടാ, എന്താ ഇത് എന്ന് ചോദിച്ചു. പല്ലവിക്കാണ് നാണം വന്നു. വേണ്ട എന്ന് വെച്ചപ്പോ അപ്പൊ ചെയ്യിച്ചടങ്ങുന്ന് പറഞ്ഞാ എന്താ ചെയ്യുക എന്ന് ചോദിച്ചോ. അല്ല, ആ ബാഗ് അതിങ്ങത്താ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ബാഗൊക്കെ വാങ്ങിച്ച് സേതുദേ വണ്ടിയിലേക്ക് വെക്കുകയാണ്. വണ്ടിയിലേക്ക് വെച്ചിട്ട്, അതെ ഇപ്പൊ എങ്ങനെയുണ്ട്, വണ്ടി എടുക്ക, നമുക്ക് പോവാം, എല്ലാവരും അവിടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. അല്ല, ഒന്നുകൂടി ആയാലോ? എന്ത്? അല്ല, അഭിമാനം. നിങ്ങളുടെ അഭിമാനം ഞാൻ തകർക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, ഭയങ്കര സന്തോഷത്തില്. അപ്പൊ രണ്ടുപേരും ഇതേ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഋതുവിന്റെ അടുത്തേക്ക് അച്ചു ചെന്നിട്ട് ഋതു എന്ന് വിളിച്ചു. എന്താ പറ. അവസാനം ആ വാർത്ത എത്തി. എന്താണാവോ എന്ന് ചോദിച്ചു. നിന്റെ ഭർത്താവിന് പുതിയൊരു ഓട്ടോ വാങ്ങിത്തരാന്ന് ആരെങ്കിലും സമ്മതിച്ചോ? ഞങ്ങളുടെ മാവ് ആ ഒരു ദിവസം പൂക്കും. പൂക്കും. ഉണ്ടാവുന്ന മാങ്ങ മുഴുവൻ കാക്ക കുത്തിയതായിരിക്കുന്നേ ഉള്ളൂ. എന്തൊരു ദുഷ്ടയാടി നീ. എല്ലാവരും കണ്ടോണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ടെന്ന കാര്യം മറക്കണ്ട. നീ ഇപ്പൊ എന്തിനാ വന്നത്? മുകളിലിരിക്കുന്ന ആളെ താഴെ കൊണ്ടുവരാനാ? ഒരു വിശേഷം പറയാൻ തന്നെയാ വന്നത്. പോടി അവിടുന്ന് എന്ന് പറഞ്ഞു. അതൊന്നും അല്ല, വരുന്നുണ്ട്. ആര് എന്ന് ചോദിച്ചു. വല്യേട്ടെ. അപ്പോഴേക്ക് ഞെട്ടിപ്പോയി. പല്ലവി ചേച്ചി ചെന്ന് സംസാരിച്ചപ്പോ മഞ്ഞുരുക്കി. സൂക്ഷിച്ചോ നീ, വല്യേട്ടൻ വന്ന ആദ്യം പിടിക്കാൻ പോകുന്നത് നീയായിരിക്കും. ഞാനെന്താ വല്ല തെരുവ് പട്ടിയാണോ ശരിക്കും പറഞ്ഞ ഞാന് എന്ന് ചോദിച്ചു. അല്ല, പക്ഷെ നീയെ സാമ്പത്തിക ഇടപാട് നടത്തി പൂർണിമ ടെക്സ്റ്റൈൽസ് കോളാക്കി വെച്ചത് ആരാ? ഏട്ടനത് സഹിക്കാൻ പറ്റുമോ? നിന്റെ ചെവിക്ക് തന്നെ ആയിരിക്കും പിടിവീഴുക. പിന്നെ പിടിക്കാൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അച്ചുവും സ്വാതിയും ഒന്നും അല്ല. എന്നെ ഭരിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാ ആ ബിൽഡിങ്. പിന്നെ ബിസിനസ് നടത്താൻ നീയാണ് പിടിക്കിയെന്ന് കരുതി നിന്നെ ഏൽപ്പിച്ചുവെന്ന് മാത്രം. നിന്റെ ഭരണ മികവ് കാരണം ഇപ്പൊ ജപ്തി വരെ എത്തി. ബിസിനസ് ആവുമ്പോ കയറ്റവും ഇറക്കമൊക്കെ ഉണ്ടാവും. അയ്യോ, ഇത് ഇറക്കം മാത്രമായി പോയില്ലേ എന്ത് പറഞ്ഞാലും ഋതു. എന്താണെങ്കിലും വല്യേട്ട ചോദിക്കാനുള്ളത് ചോദിച്ചോളും. നീ ഒരുങ്ങി തന്നെ ഇരുന്നോ. അല്ല, അമ്മ ചെന്ന് വിളിച്ചപ്പോ വരാത്ത ആൾ എങ്ങനെയാ അവര് വിളിച്ചതെന്ന് ഇപ്പൊ വരുന്നത് എന്ന് ചോദിച്ചോ. അതപ്പോ നമ്മുടെ അമ്മയ്ക്ക് അതൊരു അപമാനല്ലേ? ഒരപമാനവും ഇല്ല, അമ്മയ്ക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇനിയാ നമ്മുടെ വീട് ഒരു വീടാകാൻ പോകുന്നത്. കുറച്ചു ദിവസം പൊന്നും മടത്തിന് ഒരു നാഥനില്ലായിരുന്നു.
ആ നഷ്ടം വല്യേട്ടൻ വരുന്നതോടെ അതങ്ങ് നികന്നോളും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഋതുവിന് ശരിക്കും ഒരു അടി കിട്ടിയ പോലെ ഋതു ശരിക്കും അവിടെ ഒറ്റപ്പെട്ടു. ബാക്കി എല്ലാവരും സേതുവിന്റെ പക്ഷത്തേക്ക് എല്ലാവരും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും എന്നാണ് ഋതു ആലോചിക്കുന്നത്. എങ്ങനെയാ ഇനി ഒന്ന് തിരിച്ച് കളം മാറ്റി ചവിട്ടണമല്ലോ. അപ്പൊ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ദേണ്ട സേതു അങ്ങോട്ടേക്ക് വന്നു. ആരതിയൊക്കെ ഒഴിയാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇത് മാധവൻ ദേണ്ട അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ അയ്യോ ആരതി മാത്രം എന്താ ഒരു നാദസ്വരക്കാരെയും കൂടെ വിളിക്കായിരുന്നില്ലേ? അതുകൊണ്ട് അവരുടെ കയ്യിൽ ഒരു നിലവിളക്കൂടെ കൊടുത്ത് അകത്തേക്ക് കയറ്റായിരുന്നല്ലോ എന്ന് ഋതു ഇങ്ങനെ പുച്ഛഭാവത്തിൽ പറഞ്ഞപ്പോ ഇത് കല്യാണമൊന്നും അല്ല എന്ന് പറഞ്ഞു. അല്ല കല്യാണം ആയിരുന്നോ? അയ്യോ ഞാൻ അങ്ങനെയാ വിചാരിച്ചത്. ഇങ്ങനെയുണ്ടോ അസൂയ? കഷ്ടം തന്നെ ഋതു ചോദിച്ചു ഇതിന്റെ കാര്യം എന്ന് സ്വാതി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഒന്നും മിണ്ടാതിങ്ങനെ നിന്നു. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞ് തന്നെ പൂർണിമാമ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. ഋതു ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അമ്മ വന്ന് വിളിച്ചപ്പോ വരാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, അമ്മ മറ്റൊന്നും വിചാരിക്കരുത് എന്ന് സേതു അങ്ങനെ പറയാണ്. പല്ലവി വന്ന് വിളിച്ചപ്പോ വന്നു അമ്മ വിചാരിക്കുകയും ചെയ്യരുത്. അതൊന്നുമില്ല, ആര് വന്ന് വിളിച്ചാലും നീ വന്നല്ലോ അത് മതി എനിക്ക് എന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരപേക്ഷ കൂടിയുണ്ട്. ശ്രീഹരി അവനെ മരുമകനായി അമ്മ ഒന്ന് അംഗീകരിക്കണം. അപ്പൊ കുറച്ചു നേരം പൂർണിമ ഇങ്ങനെ മിണ്ടാവും നിന്നിട്ട് അംഗീകരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷമായി കേട്ടോ. പക്ഷെ ഇപ്പോഴല്ല, അതിന് കുറച്ച് കാലം കൂടെ കാത്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് വേറെയും 2 പെൺമക്കളുണ്ടല്ലോ, അത് കഴിഞ്ഞ ശേഷം നിനക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. അപ്പം വേഗം സേതു പറഞ്ഞു അതെ എനിക്ക് മനസ്സിലായി. അമ്മ പറഞ്ഞതിനർത്ഥം അവരുടെ 2 പേരുടെയും അല്ലെങ്കിൽ അവർ 2 പേരും ഇനി എന്തെങ്കിലും തെറ്റിച്ചെന്ന് ചാടിയാല് അമ്മയ്ക്ക് അവരെ ശാസിക്കാനുള്ള അധികാരം ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ? അതെ അത് തന്നെയാ. വീട്ടുകാരുടെ വാക്ക് ധിക്കരിച്ച് കല്യാണം കഴിച്ചാ സഹിക്കേണ്ടി വരുമെന്ന് ഇവരും ഒന്ന് തിരിച്ചറിയണമല്ലോ. ആ തിരിച്ചറിവ് ഇവർക്കും നന്മയെ വരുത്തുള്ളൂ. അതാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. അമ്മ പറയുന്നതിലും കുറച്ച് ശരികളൊക്കെ ഉണ്ട്. കല്യാണപ്രായമെത്തിയ എല്ലാ അമ്മമാർക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതിൽ അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല സേതുവേട്ട എന്ന് പല്ലവിയും പറഞ്ഞു. അത് വാശിയായിട്ടൊന്നും കണക്കാക്കേ വേണ്ട. ഹരിയോട് ഇപ്പൊ തൽക്കാലം പറയാനും പോണ്ട. ഇപ്പൊ എങ്ങനെയാണോ പോണത് അങ്ങനെ തന്നെ പോട്ടെ ഇനിയും. ശരി ആയിക്കോട്ടെ എന്നാ വാ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പൊ ശ്രീഹരിക്ക് ഭയങ്കര സന്തോഷമായി. ശ്രീഹരി നോക്കുമ്പോ ദേ സേതുവേട്ടൻ വന്നിരിക്കുന്നു. ഇതേപ്പരം എന്താ സന്തോഷം എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ നമ്മുടെ സേതു ഇങ്ങനെ നോക്കിയിട്ട് നോക്കുമ്പോ ഋതു മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. സന്തോഷമായില്ലേ നിനക്ക്? ഇനി ഞാൻ ഇവിടെ ഉണ്ടാവും എപ്പോഴും. അതെന്തിനാ എന്നെ നോക്കി പറയുന്നത് എന്ന് ചോദിച്ചു ഋതു. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എനിക്കെല്ലാം ഒരുപോലെയാ. ഋതു വല്യേട്ടനോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അമ്മേ ഇങ്ങനെ കാണുമ്പോ തല കൊമ്പിട്ട് വന്ന പലരും ഇവിടെ ഉണ്ടാവും. അമ്മയും ചിലപ്പം അതിൽ പെടുവായിരിക്കും. പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. ഋതു ഇപ്പോഴും പഴയ ഋതു തന്നെയാ. ഞാൻ മാറിയിട്ടില്ല. ഞാൻ തൽക്കാലം മാറുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ സേതു ഒന്ന് ചിരിച്ചോ. ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് നീ ഒറ്റ ഒരുത്തി കാരണമാ. അത് നീ മറക്കണ്ട കേട്ടോ എന്നൂടെ പൂർണിമാമ കൂട്ടി അങ്ങ് ചേർത്തോ. അമ്മേ വേണ്ട, വഴക്ക് വേണ്ട. വഴക്ക് കാണാനായിട്ടല്ല തിരിച്ചു വന്നത്. എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയുന്ന ആ പൊന്നുമടം, അതാ എന്റെ സ്വപ്നം. അത് നടക്കില്ല. ആ സ്വപ്നത്തിന് കൂടെ പിടിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ചിരിച്ചിട്ട് സേതു നേരെ ഋതുവിന്റെ അടുത്ത് വന്നു. നീ കൂടെ പിടിക്കും, നീയും മാറും, മാറിയിരിക്കും, മാറ്റി എടുത്തിരിക്കും എന്ന് പറഞ്ഞു സേതു. അധിക കാലമൊന്നും നിനക്ക് ഞങ്ങളുടെ എതിർത്തുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഋതു. ഉറപ്പല്ലേ? സ്വാതി വരെ മാറി. ഇനി ഇവളുടെ ഉഴവാ. ഇവള് മാറുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുവാ ഞങ്ങൾ എല്ലാവരും. അതിനി അധികം ഒന്നും വൈകില്ല മോനെ എന്ന് പറഞ്ഞ ഇവരെല്ലാവരുടെ അതേ അകത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ ഋതു ഇങ്ങനെ ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ടാ. അതെ ശരിക്കും അതെ ഒരാള് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അനുവാദം ചോദിക്കുന്നുണ്ട് ഒരാള് എന്ന് ചോദിച്ചു. കുഞ്ഞനുജത്തി സ്വാതി. എന്തിന്? എന്നെ കാണാനായിട്ട് അനുവാദമോ? അതെന്തിനാ അതിന്റെ ആവശ്യം എന്ന് ചോദിച്ചു. എന്റെ അടുത്ത് വരാനായിട്ട് അവക്ക് എന്തിനാ അനുവാദം എന്ന് ചോദിച്ചു. സ്വാതി നീ കയറി വാ മോളെ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം സ്വാതി ആ പുറത്ത് നിൽക്കുമായിരുന്നു. ആള് അകത്തേക്ക് കയറി വന്നു. മുഖത്ത് നോക്കാൻ മടി കാരണമാണ്. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞാൻ അങ്ങ് മാറി തന്നേക്കാം എന്ന് പറഞ്ഞു പല്ലവി. അത് വേണ്ട, താൻ ഇവിടെ നിന്നോ. അത് ശരിയാവില്ല സേതുവേട്ടാ. നിങ്ങൾ ആങ്ങളയ്ക്കും പെങ്ങൾക്കും പലതും പറയാനുണ്ടാവും. ഞാൻ എന്തിനാ വെറുതെ അതും കേട്ട് ഇവിടെ നിൽക്കുന്നത്? ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ
ഒരു നല്ല സദ്യ ഒരുക്കുന്നുണ്ട്. അതിന്റെ തയ്യാറെടുപ്പ് എവിടെ വരെയായിരുന്നു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം പല്ലവി അങ്ങോട്ടേക്ക് പോയി. അപ്പൊ സ്വാതി ആണെങ്കിൽ ആകെ ഡെസ്പായിട്ട് നിന്ന് സേതുവിന്റെ മുന്നിൽ നിന്ന് കരയാണ് കേട്ടോ. അയ്യേ ഡി, നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചു. മോളെ, നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചു. വല്യേട്ടൻ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും ഞാൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അത് മതി കേട്ടപ്പം. അത് കഴിഞ്ഞില്ലേടാ, പിന്നെ എന്തിനാ കരയുന്നത്? ദേ, നിനക്കൊരു കുറുമ്പ് തോന്നി, അതൊരു തെറ്റായി പോയിന്ന് നിനക്ക് തന്നെ മനസ്സിലായില്ലേ? സ്വയം നീ തിരുത്തുകയും ചെയ്തു. ഇതിൽ പരം സന്തോഷം എന്താ ഉള്ളത്? അത് തീരുകയും ചെയ്തു. ഇനി അത് മനസ്സിൽ വെച്ചോണ്ട് നടക്കരുത്. വല്യേട്ടൻ ആരായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാ എല്ലാം മനസ്സിലാകുന്നത് കേട്ടാ എന്ന് പറഞ്ഞു. ഇനി വല്യേട്ടൻ ഞങ്ങളെ വിട്ട് എങ്ങോട്ട് പോവരുത് കേട്ടോ. ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ വല്യേട്ടൻ കൂടെ തന്നെ ഉണ്ടാവണം. സുഖത്തിൽ എന്തായാലും ഉണ്ടാവും, പിന്നെ ദുഃഖം അത് നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് ആർക്കും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ മോളെ ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾക്കൊരു സങ്കടം വന്നാല് അത് ഇല്ലാതാക്കാനല്ലേ ഈ ഏട്ടൻ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് പണ്ട് കൊച്ചിയിൽ വെച്ചൊരു അബദ്ധം പറ്റി, ഞാനൊരു തെറ്റ് ചെയ്തു. അന്നാണെങ്കിലോ സേതു ഏട്ടൻ എന്നെ രക്ഷിച്ചു. പക്ഷെ അന്ന് എനിക്ക് തെറ്റിന് വാണിംഗ് തന്നതാ, പക്ഷെ ഞാൻ അനുസരിച്ചില്ല. ഇന്നാണെങ്കിലോ ഇന്ദ്രന്റെ കാര്യത്തില് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ ഇന്ദ്രനിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് സ്വാതി അവിടെ നിന്നിങ്ങനെ കരയാണ് കേട്ടോ. അപ്പൊ വേഗം സേതു ചേർത്ത് പിടിച്ചിട്ട്, അത് നീ മോള് ഒരു ദുസ്വപ്നം കണ്ടു എന്ന് മാത്രം കരുതി വിശ്വസിച്ചാ മതി, അല്ലാതെ എന്റെ മോളെ ഞാൻ അതിന്റെ പേരില് ഒരിക്കലും കുറ്റം പറയില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ് സ്വാധീനെ. അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യണം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മോളെ അതൊരു തരത്തിലെന്ന് പറഞ്ഞാല് അത് നമ്മൾ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. ആ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുക ചെയ്യേണ്ടത്. മോക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി എന്റെ മുട്ടി നല്ല കുട്ടിയായിട്ട് തന്നെ ഇരിക്കുന്ന ഈ ഏട്ടനറിയാം. എന്നും മോള് നല്ല മിടുക്കിയായിരിക്കും എന്നും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് സ്വാതിയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അപ്പൊ സ്വാതിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. ആള് ഇനി മോള് അതൊന്നും ഓർക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ സ്വാതി ഇങ്ങനെ നോക്കി എന്നിട്ട് പെട്ടെന്ന് തന്നെ വലിയേട്ടൻ ഇനി ഞങ്ങള് എന്താണെങ്കിലും ഏട്ടൻ കൂടെ ഉണ്ടാവും, മോള് ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് ഭയങ്കര എന്താ പറയാ മോട്ടിവേഷനൊക്കെ കൊടുത്ത് സ്വാതിക്കും സന്തോഷമായിട്ട് ഇങ്ങനെ രണ്ടുപേരെയും ചേർന്ന് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. നമ്മുടെ ഋതുവിന് ഒരു അടി കിട്ടുന്നത് പോലുള്ളൊരു പണിയായിട്ടാണ് നമ്മുടെ സേതു വരുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.